കേരളത്തിന്റെ ഭൂപടത്തിൽ പുതിയൊരു മാറ്റത്തിന് വഴിയൊരുങ്ങാൻ പോകുന്നു എന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മൂവാറ്റുപുഴ ആസ്ഥാനമായി ജില്ല വരുന്നത് പരിഗണനയിലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജില്ലകളെ വിഭജിച്ച് പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് മൂവാറ്റുപുഴയെ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രഖ്യാപനം ശ്രദ്ധ നേടുന്നത്. ഇനി കേരളത്തിൽ പുതിയൊരു ജില്ല രൂപീകരിക്കുന്ന കാര്യം പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ ആ പട്ടികയിൽ ഒന്നാമത് മൂവാറ്റുപുഴ തന്നെയായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നാണ് മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കേരളത്തിൽ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളെ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ഇതോടെ സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യത്തിന് കൂടുതൽ പ്രതീക്ഷയേറുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളെ വിഭജിച്ച് നെയ്യാറ്റിൻകര, മൂവാറ്റുപുഴ, തിരൂർ എന്നിങ്ങനെ മാറ്റുന്നതിനായിരുന്നു ആവശ്യങ്ങൾ ഉയർന്നത്. കിഴക്കൻ മേഖലയിൽ വികസനം, ഭരണപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമാകുന്നതിനാണ് ഈ നിർദ്ദേശം ഉണ്ടായത്. അതേസമയം പുതിയ ജില്ലാ താലൂക്കുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സമിതി ഉണ്ടാകണമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടുപുറകെയാണ് അതിർത്തി പുനർനിർണയിക്കാൻ കമ്മീഷൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട് തുടങ്ങിയ താലൂക്കുകളെയും ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നായിരുന്നു ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം. നിലവിൽ വലിയ വിസ്തൃതിയുള്ള എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്കുള്ളവർക്ക് ഭരണപരമായ ആവശ്യങ്ങൾക്കായി കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടെന്നതും മറ്റും ഇവിടെയുള്ളവർ മുന്നോട്ട് വെച്ച പ്രധാന പ്രശ്നമായിരുന്നു. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിനാണ് പുതിയ ജില്ലാ പരിഗണനയിലുള്ളത്. ഇതോടെ മൂവാറ്റുപുഴയ്ക്കൊപ്പം മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളുടെ വിഭജന ആവശ്യങ്ങളിലും ഇനി സർക്കാർ സ്വീകരിക്കുന്ന തുടർ നടപടികൾ നിർണായകമാകുന്നതുമായിരിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.